ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ലെഡ്ജേഴ്സ് അണ്ടർ GST എന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ലെഡ്ജേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ആസ് പെർ GST ആക്ട്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ലെഡ്ജേഴ്സ് ആണുള്ളത്. ഒന്ന് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ, പിന്നെ ഒരെണ്ണം ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, പിന്നെ ഒരെണ്ണം ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. അപ്പൊ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ഇലക്ട്രോണിക്. അപ്പൊ ഇലക്ട്രോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതെന്താണ്, നമ്മള് ഓൺലൈൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എന്താ പറയുക, സോഫ്റ്റ് കോപ്പിയാണ് അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആയിട്ടുള്ള ഒരു സാധനമല്ല ഇലക്ട്രോണിക് ലെഡ്ജർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ഇലക്ട്രോണിക് ലെഡ്ജർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് നമുക്ക് ഓരോ നമ്മുടെ GST നമ്പർ വെച്ചിട്ട് GST പോർട്ടലിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. എല്ലാവരും GST നമ്പറിൽ എല്ലാവരും ഒരു അക്കൗണ്ട് എന്തായാലും തുടങ്ങണം. കാരണം എന്താന്ന് വെച്ചാൽ ഈ അക്കൗണ്ട് വഴിയാണ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ റിട്ടേൺസ് ഒക്കെ നമുക്ക് ഫയൽ ചെയ്യണമല്ലോ, റിട്ടേൺസ് ഒക്കെ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. ഇപ്പൊ എവിടെയും ഹാർഡ് കോപ്പി ഒന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഒക്കെ GST എല്ലാമേ ഓൺലൈൻ ആണ്. അപ്പൊ നമുക്ക് റിട്ടേൺസ് ഫയൽ ചെയ്യണമെങ്കിലും ടാക്സ് അടയ്ക്കണമെങ്കിലും ടാക്സിന്റെ റീഫണ്ട് വാങ്ങിക്കണമെങ്കിലും എന്നുപോലെ എല്ലാ പ്രൊസീജിയേഴ്സും നമുക്ക് ഓൺലൈൻ ആണ്. ആകെ ഇൻവോയ്സിങ് മാത്രമേ ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് നടക്കുന്നുള്ളൂ. അതായത് നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്ക് തരുന്ന ഇൻവോയ്സ് അത് മാത്രമേ ഇപ്പൊ നമുക്ക് ആ പേപ്പർ ഫോമിൽ ഇങ്ങനെ ഹാർഡ് കോപ്പി ആയിട്ട് തരുന്നുള്ളൂ. ബാക്കി GST എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈൻ ആയിട്ട് നമ്മുടെ അക്കൗണ്ട് വഴിയാണ് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്കിപ്പോ ഫേസ്ബുക്കിലും ഒക്കെ അക്കൗണ്ട് ഇല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത്. അതേപോലെ തന്നെയാണ് നമുക്ക് GSTയിലും ഏകദേശം അതേപോലെ തന്നെ ഒരു യൂസർ നെയിമും ഒരു പാസ്വേഡും ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ GST പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുന്നത്. അപ്പൊ GST പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഉണ്ടാവും. അതുകൂടാതെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. അതായത് നമ്മൾ നമ്മുടെ റിട്ടേൺസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിലാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് പീരീഡ് വൈസ് ആയിട്ട് എന്റെ സെയിൽസ് എത്രയായിരുന്നു, എന്റെ സെയിൽസിന് ഞാൻ എത്രയാണ് ഔട്ട്പുട്ട് ടാക്സ് അടച്ചത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിൽ തന്നെ കാണാൻ പറ്റും. അപ്പൊ ഈ ഇലക്ട്രോണിക് ലെഡ്ജേഴ്സ് എന്ന് പറയുന്നതും ആ അക്കൗണ്ടിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് ലെഡ്ജേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള 3 തരത്തിലുള്ള ലെഡ്ജേഴ്സ് ആണ് GST പ്രകാരം അവർ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. ആക്ച്വലി അവർ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുകയാണെങ്കിലും ഇതൊക്കെ ഓൺലൈനായിട്ട് ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ്. നമ്മൾ ചില ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ ആ ലെഡ്ജറിൽ പോയി കടന്നോളും. അല്ലാതെ നമ്മൾ അതിനു വേണ്ടി പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി അടിച്ചു കൊടുക്കുക, അതുപോലെ നമുക്ക് ഇൻപുട്ട് എത്രയാണെന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേഷൻസ് ഒക്കെ ഓൺലൈനായിട്ട് തനിയെ അത് ചെയ്യുന്നുണ്ട്. കുറെയൊക്കെ ഓട്ടോമാറ്റഡ് പ്രോസസ് തന്നെയാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പഠിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ പ്രാക്ടിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറെയൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് തനിയെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ലെഡ്ജേഴ്സ് എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ഒരു ഐഡിയക്ക് വേണ്ടി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ 3 ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് ലെഡ്ജേഴ്സ് ആണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒക്കെ നമ്മുടെ അക്കൗണ്ടിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക, ഓൺലൈൻ ആയിട്ടാണ് അത് ഉള്ളത്. അപ്പോൾ ലയബിലിറ്റി ലെഡ്ജർ, ക്യാഷ് ലെഡ്ജർ, ക്രെഡിറ്റ് ലെഡ്ജർ, ഓരോ ലെഡ്ജറും എന്തിനാണെന്നും അതിന്റെ ഉപയോഗം എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ, ആ പേരിലുള്ള പോലെ തന്നെ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ എന്ന് പറയുന്നത് നമ്മുടെ ലയബിലിറ്റീസ് ആണ് അതിൽ കാണുക. നമ്മുടെ ലയബിലിറ്റി എന്ന് വെച്ചാൽ GSTയിൽ ഒരാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് പൊതുവെ എന്തായിരിക്കും, അയാളുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആണ് അല്ലെ, അയാളുടെ സെയിൽസിന്റെ മേലെയുള്ള ലയബിലിറ്റി. അപ്പോൾ അങ്ങനെയുള്ള ലയബിലിറ്റീസ് ആണ് ഈ ഒരു ലെഡ്ജറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഫോം GST PMT01 എന്ന ഫോമിലാണ്. ഫോം GST PMT01, ഈ നമ്പർ, ഈ നെയിം, അതായത് ഫോം GST PMT01 എന്നുള്ളത് ഓർത്ത് വെക്കുക. എക്സാമിന് 1 വേർഡ് ആയിട്ട് ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ലെഡ്ജറും അതിന്റെ ഫോം നമ്പറും വ്യത്യാസമുണ്ട്. അപ്പൊ അതെന്തായാലും പഠിച്ചു വെക്കണം. അപ്പൊ 1 വേർഡ് ആയിട്ട് അങ്ങനെയുള്ളത് ചോദിക്കാം. അപ്പൊ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ എന്ന് പറയുന്നത് PMT01 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആക്ച്വലി നമ്മളിങ്ങനെ ഓൺലൈൻ ആയിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ പേര് പോലും നോക്കേണ്ട കാര്യമില്ല. അതായത് പേര് പോലും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത്രയും ഓട്ടോമേറ്റഡ് ആണ് GST സൈറ്റിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മളിത് പഠിക്കണമെന്നല്ലാതെ നിങ്ങൾ പ്രാക്ടിക്കലി ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ പേരൊന്നും ശ്രദ്ധിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകും. അപ്പോൾ അവരെന്നാലും പേര് നമുക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താ പറയാ, അക്കാദമിക് പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ഇതൊക്കെ പഠിച്ചു വെക്കണം. പക്ഷെ നിങ്ങൾ പ്രാക്ടിക്കലി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ അത്രയൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം കുറേയും ഓട്ടോമേറ്റഡ് ആണ്. അപ്പൊ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിൽ നമ്മുടെ ലയബിലിറ്റീസ് ആണ് കാണാൻ സാധിക്കുക.
അപ്പൊ എന്തൊക്കെയാണ് അതിൽ ഉണ്ടാവുക? ദിസ് ലെഡ്ജർ റെക്കോർഡ്സ് ഓൾ ലയബിലിറ്റീസ് ഓഫ് എ ടാക്സബിൾ പേഴ്സൺ ഇൻക്ലൂഡിങ് എന്തൊക്കെയാണ് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ്. അപ്പൊ നമ്മൾ ടാക്സ് അടയ്ക്കാൻ വൈകുമ്പോൾ അതിന്റെ മേലെ ഇൻട്രസ്റ്റ് വരാം, റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകി കഴിഞ്ഞാൽ ലേറ്റ് ഫീസ് വരാം അല്ലെ. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഫീസ് കാര്യങ്ങളൊക്കെയാണോ നമുക്ക് ഉള്ളത്, എന്തൊക്കെ തരത്തിലുള്ള ലയബിലിറ്റീസ് ആണോ ഉള്ളത്, അത് മൊത്തം നമുക്ക് ഈ ലെഡ്ജറിൽ കാണാൻ സാധിക്കും. ടാക്സ്, ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീസ് ഓർ എനി അതർ എമൗണ്ട് പേയബിൾ പെർ ദ റിട്ടേൺ ഫർണിഷ്ഡ് ബൈ ദ ടാക്സ് പെയർ ഓർ ആസ് പെർ എനി പ്രൊസീഡിങ്സ്. നമ്മൾ ഫർണിഷ് ചെയ്യുന്ന റിട്ടേൺ പ്രകാരം നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുള്ള ടാക്സ്, ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഖ്യ, അല്ലെങ്കിൽ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പ്രൊസീഡിങ്സ് വരികയാണെങ്കിൽ, അതായത് എന്തെങ്കിലും നോട്ടീസ് ഒക്കെ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ള ഈ പറയുന്ന പോലെ ടാക്സ്, ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീസ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിൽ ഇങ്ങനെ വന്ന് കിടക്കും. ഔട്ട്പുട്ട് ടാക്സ് ഒക്കെ നമ്മൾ ശരിക്കും നമ്മൾ തന്നെ അടിച്ചു കൊടുക്കുന്ന പോലെയാണ്. പക്ഷെ എന്താ പറയാ, GST ഇപ്പൊ വന്നിട്ട് 2 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഓട്ടോമേറ്റഡ് ആണെന്ന് പറഞ്ഞു, എങ്കിലും കുറെയൊക്കെ പ്രോസസ്സസ് ഇനിയും ഓട്ടോമേറ്റഡ് ആവാനുണ്ട്. അപ്പോ ഫുള്ളി ഓട്ടോമേറ്റഡ് എന്ന് പറയുന്നില്ല, ഒരു പരിധി വരെയാണ് ഇപ്പൊ ഓട്ടോമേറ്റഡ്. എന്നാലും നമുക്ക് ഈ ഫോം നമ്പർ ഒന്നും ഓർത്ത് വയ്ക്കാതെ തന്നെ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റും. പക്ഷെ അക്കാദമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളും പഠിച്ചു വെക്കണം. അതുകൊണ്ട് തന്നെ ഫോം നമ്പറും അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും പഠിച്ചു വെക്കണം. അപ്പൊ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിൽ നമ്മുടെ ലയബിലിറ്റീസ് ആണ് കാണാൻ സാധിക്കുക. ഫസ്റ്റത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് റിട്ടേൺ പ്രകാരമുള്ള ടാക്സ്, ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വല്ല പ്രൊസീഡിങ്സ് കാരണം നമുക്ക് വരുന്ന ടാക്സോ ഇൻട്രസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത്തത് ദ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് പേയബിൾ അറൈസിംഗ് ഔട്ട് ഓഫ് എനി മിസ്മാച്ച് ഓഫ് ITC ഓർ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ ITC എടുത്തതിൽ എന്തെങ്കിലും മിസ്മാച്ച് വരികയാണെങ്കിൽ പിന്നീട് നമുക്ക് അടയ്ക്കാൻ വരുമല്ലോ. അപ്പൊ ഞാൻ കഴിഞ്ഞ മാസം എനിക്ക് ITC എലിജിബിൾ ആയിട്ടുണ്ടായിരുന്നത് 50,000 രൂപയായിരുന്നു. ഞാൻ അതറിയാതെ 5 ലക്ഷം അടിച്ചു പോയി കഴിഞ്ഞാൽ എക്സ്ട്രാ ഞാൻ ITC എടുത്തു അല്ലെ. അപ്പൊ 4,50,000 ഞാനിപ്പോ തിരിച്ചടയ്ക്കണം. അപ്പൊ അങ്ങനെയുള്ള മിസ്മാച്ചസ് വല്ലതും വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഞാൻ കഴിഞ്ഞ മാസം കുറച്ച് കാണിച്ചു, അല്ലെങ്കിൽ ഈ മാസം കുറച്ച് കാണിച്ചു, പിന്നീട് അത് എനിക്ക് കൂട്ടണം, അപ്പൊ അങ്ങനെയുള്ളതും എന്റെ ലയബിലിറ്റി ആണ്. എനിവേ ഇതിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏതൊക്കെ രീതിയിൽ ലയബിലിറ്റീസ് വരാമോ ആ ലയബിലിറ്റീസ് മൊത്തം ഈ ഒരു ലെഡ്ജറിലാണ് കാണുക. അതുപോലെ തന്നെ എനി ഇൻട്രസ്റ്റ് ദാറ്റ് മേ അക്രൂ ഫ്രം ടൈം ടു ടൈം, എന്തെങ്കിലും ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ അതും ഈ ലെഡ്ജറിൽ കാണാൻ സാധിക്കും. റിവേഴ്സൽ ഓഫ് ITC ഓർ ഇൻട്രസ്റ്റ്, നമ്മൾ ITC എടുത്തിട്ട് അതിനുശേഷം അത് റിവേഴ്സ് ചെയ്യേണ്ടി വന്നാൽ, ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ എടുത്തിട്ട് ഞാൻ അത് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ റിവേഴ്സ് ചെയ്യുന്ന സമയത്തും അത് ലയബിലിറ്റി ആയിട്ട് ആദ്യം കാണും, അതിനുശേഷമാണ് നമ്മളത് പേ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ലയബിലിറ്റീസ് ആണോ ഒരാൾക്ക് വരിക, അങ്ങനെയുള്ള എല്ലാ ലയബിലിറ്റീസും ഈ ലെഡ്ജറിൽ റെക്കോർഡ് ആവും. ഈ ലയബിലിറ്റീസ് നമ്മുടെ ലെഡ്ജറിൽ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഈ ലയബിലിറ്റീസ് നമ്മൾ ഏത് ഓർഡറിലാണ് അടയ്ക്കേണ്ടത്, അപ്പൊ അതിനും അവർ ഒരു ഓർഡർ പറയുന്നുണ്ട്. ടാക്സ് പേയേഴ്സ് ഷുഡ് സെറ്റിൽ ദയർ ലയബിലിറ്റീസ് ഇൻ ദി ഫോളോയിങ് ഓർഡർ. ഏത് ഓർഡറിലാണ്? ഫസ്റ്റ്, സെൽഫ് അസസ്ഡ് ടാക്സ് ആൻഡ് അതർ ഡ്യൂട്ടീസ് സച്ച് ആസ് ഇൻട്രസ്റ്റ്, പെനൽറ്റി, ഫീസ് ഓർ എനി അതർ എമൗണ്ട് റിലേറ്റിംഗ് ടു പ്രീവിയസ് ടാക്സ് പീരിയഡ് റിട്ടേൺസ്. ആദ്യം പണ്ടത്തെ ടാക്സ് പീരീഡ് റിട്ടേൺസ് അല്ല, പണ്ടത്തെ ടാക്സ് പീരീഡിലത്തെ, അതായത് മുന്നത്തെ മാസങ്ങളിലെ എന്തെങ്കിലും ടാക്സോ കാര്യങ്ങളോ അടയ്ക്കാനുണ്ടെങ്കിൽ, സെൽഫ് അസസ്ഡ് ആയിട്ടുള്ള ടാക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്യൂസ് ആയിരിക്കാം, വേറെ എന്തെങ്കിലും പേയ്മെന്റ്സ് ആയിരിക്കാം, ഇൻട്രസ്റ്റ്, പെനൽറ്റി, അങ്ങനെ പണ്ടത്തെ വല്ലതും അടച്ചു തീർക്കാനുണ്ടെങ്കിൽ ആദ്യം അത് അടച്ചു തീർക്കണം. അതിനുശേഷം ഈ കറണ്ട് പീരീഡിലത്തെ സെൽഫ് അസസ്ഡ് ടാക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്യൂസ് ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കാം. അതും കഴിഞ്ഞ ശേഷമാണ് എന്തെങ്കിലും ഡിമാൻഡ് നോട്ടീസോ അല്ലെങ്കിൽ പ്രൊസീഡിങ്സോ വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അടയ്ക്കേണ്ട എമൗണ്ടുകൾ നമ്മൾ അടയ്ക്കുന്നത്. ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലയബിലിറ്റി പേ ഓഫ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ എന്ന് പറയുന്നത് നമ്മുടെ GSTയിലുള്ള നമ്മുടെ ലയബിലിറ്റീസ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരു ലെഡ്ജറാണ്. അത്രയും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഒരാൾക്ക് എങ്ങനെയൊക്കെ ലയബിലിറ്റി വരാം? ഒന്ന് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ മേലെയുള്ള ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ITC യൂട്ടിലൈസ് ചെയ്തതിലുള്ള മിസ്മാച്ച് കാരണം, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് കാണിച്ചതിലുള്ള മിസ്മാച്ച് കാരണം വരുന്ന ലയബിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ ITC എടുത്തതുകൊണ്ട് റിവേഴ്സ് ചെയ്യേണ്ടി വരുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ലയബിലിറ്റീസ് ഒക്കെ. പിന്നെ ഫോമിന്റെ പേര് എന്തായാലും ഓർത്ത് വയ്ക്കുക, ഫോം PMT 01 ആണ്. പിന്നെ എങ്ങനെയാണ് നമ്മളിത് സെറ്റിൽ ചെയ്യുന്നത്? അപ്പൊ ആദ്യം പ്രീവിയസ് പീരീഡിലത്തെ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യണം. അതിനുശേഷം കറണ്ട് പീരീഡിലത്തെ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യുക. അതിനുശേഷം മാത്രമാണ് നമ്മുടെ ഡിമാൻഡ് നോട്ടീസിനോ പ്രൊസീഡിങ്സിനോ ഉള്ള ഡ്യൂസ് നമ്മൾ സെറ്റിൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് പോലെ നെറ്റ് തന്നെ എടുത്തിട്ടിട്ടുണ്ട്. ഏകദേശം ഇതുപോലെയാണ്
ഇതുപോലെയാണ് നമ്മുടെ ഇലക്ട്രോണിക് ലെഡ്ജർ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുക. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ആദ്യം ഇവിടെ ഫിനാൻഷ്യൽ ഇയർ ചോദിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇയറിന്റെ കൂടെ തന്നെ മന്ത് ഉണ്ട്. അപ്പൊ ആ മാസവും നമ്മൾ ഫിനാൻഷ്യൽ ഇയറും മാസവും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ടേബിൾ ആണ് കാണുക. ആക്ച്വലി ഈ ടേബിൾ കംപ്ലീറ്റ് ഇല്ല, കുറച്ചും കൂടെ ഉണ്ട്, ഞാൻ കുറച്ച് ഭാഗം ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇതിൽ ഡേറ്റ് കാണാൻ സാധിക്കും, റെഫറൻസ് നമ്പർ, ലയബിലിറ്റി ലെഡ്ജർ യൂസ്ഡ് ഫോർ ഡിസ്ചാർജിങ് ലയബിലിറ്റി, ഡിസ്ക്രിപ്ഷൻ അതർ ദാൻ റിവേഴ്സ് ചാർജ്, ട്രാൻസാക്ഷൻ ടൈപ്പ് ഡെബിറ്റോ ക്രെഡിറ്റ് ആണോ, എമൗണ്ട് ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ്. ആക്ച്വലി ലയബിലിറ്റി ലെഡ്ജറിൽ ഡെബിറ്റ് എന്ന് വെച്ചാൽ പുതിയതായിട്ട് ഒരു ലയബിലിറ്റി ഉണ്ടായി എന്നുള്ളതാണ് കേട്ടോ. പൊതുവെ നമ്മൾ അക്കൗണ്ടിങ് കൺസെപ്റ്റ് പ്രകാരം ലയബിലിറ്റി കൂടുന്ന സമയത്താണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക അല്ലെ. പക്ഷേ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ നേരെ തിരിച്ചാണ്. ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിൽ ഡെബിറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ലയബിലിറ്റി ഉണ്ടായി എന്നുള്ളത് കാണുക. അപ്പൊ ഈ കാണുന്ന 30,000 10,000 10,000 എന്ന് പറയുന്നത് ഇതിൽ ഡെബിറ്റ് എന്ന് കാണുന്നില്ലേ, ഇതിന്റെ മീനിങ് നമുക്ക് ഇങ്ങനെ ഒരു ലയബിലിറ്റി ഉണ്ട്, അത് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ആയിരിക്കണം. കാരണം അതർ ദാൻ റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ആണ് ഈ കാണുന്നത്. അപ്പൊ 30,000 10,000 10,000 എന്ന് പറയുന്നത് എന്റെ സെയിൽസിന്റെ മേലുള്ള ലയബിലിറ്റി ആണ്. IGST 30,000, CGST 10,000, സ്റ്റേറ്റ് ടാക്സ് 10,000. ഇനി ഇതിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞ് കാണും. അതിനുശേഷം പിന്നെ ബാലൻസ്, അങ്ങനെ കുറച്ചുകൂടെ കോളംസ് ഉണ്ട്. നമുക്ക് അത്ര അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇല്ല പഠിക്കാൻ, അതുകൊണ്ട് ഞാൻ അത്രയ്ക്കൊന്നും കൂടെ കവർ ചെയ്യുന്നില്ല. എന്നാലും ഒരു ഐഡിയക്ക് വേണ്ടി മാത്രം പറഞ്ഞെന്നാണ്. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ഉള്ളതിനെയാണ് ഡെബിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അത് കുറയുന്നതാണ് ക്രെഡിറ്റ്. അപ്പൊ ക്രെഡിറ്റ് 12,000 വന്നു എന്ന് പറഞ്ഞാൽ അത്രയും ലയബിലിറ്റി കുറഞ്ഞു. 30,000 നിന്ന് 12,000 പോയി, അതുപോലെ 10,000 നിന്ന് 3,000 കുറഞ്ഞു എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടി മാത്രം ഞാൻ കാണിച്ചെന്നാണ്, ജസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. കാരണം നമ്മളൊന്നും കാണാതെ എത്ര പഠിക്കാൻ ശ്രമിച്ചാലും നമുക്ക് കിട്ടില്ല, അതിനൊരു ഐഡിയക്ക് വേണ്ടി മാത്രം കാണിച്ചെന്നാണ്. അപ്പൊ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ ആണ് നമ്മളിപ്പോ നോക്കിയത്. ഇനി അടുത്ത ലെഡ്ജറിലേക്ക് പോവാം. അടുത്ത ലെഡ്ജർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ആണ്. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അക്കൗണ്ട് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇന്നൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ വളരെ കുറവാണ് അല്ലെ. അല്ലെങ്കിൽ ഏത് ഒരു ആപ്പിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു ഓൺലൈൻ വാലറ്റ് ഉണ്ടാവും അല്ലെ. ഓൺലൈൻ വാലറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അതിലേക്ക് ഇങ്ങനെ ക്യാഷ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ ആമസോണിലാണെങ്കിലും, ആമസോണിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 1,000 rupees വെറുതെ ആ അക്കൗണ്ടിലേക്ക്, ആമസോണിലുള്ള എന്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് വെറുതെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. എനിക്ക് ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് സ്പെൻഡ് ചെയ്താൽ മതി. ഇപ്പൊ ആമസോൺ, ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഈവൻ എയർടെൽ, ഫ്രീ ചാർജ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഓൺലൈൻ ആപ്സും അക്കൗണ്ട്സും നമുക്ക് ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ നമ്മുടെ ഒരു വാലറ്റ്, ക്യാഷ് വാലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറില്ലേ, അതിലെങ്ങനെയാണ് നമ്മൾ അതിലേക്ക് വെറുതെ കാശ് ഇങ്ങനെ ആഡ് ചെയ്തിടാൻ പറ്റും അല്ലെ. അവിടെ നമുക്ക് ക്യാഷ് കിടക്കും, വേണ്ടപ്പോൾ അതിനെടുത്ത് ചെലവാക്കാം. അതേ കൺസെപ്റ്റ് ആണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഓൺലി ഡിഫറൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദി GST അക്കൗണ്ട്. നമുക്ക് അതുപോലെ GSTയിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ, നമുക്ക് ഓൺലൈനായിട്ട് GSTയിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇതുപോലെ ഒരു ക്യാഷ് ലെഡ്ജർ ഉണ്ടാവും. ക്യാഷ് ലെഡ്ജർക്ക് എനിക്ക് വേണമെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്ന് എനിക്കെടുത്ത് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആമസോണിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ക്യാഷ് നമ്മൾ ആഡ് ചെയ്ത് വെക്കണം. സാധനം വാങ്ങിക്കുമ്പോൾ ആ ക്യാഷ് എന്നാണ് കുറയുക അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓൺലൈൻ വാലറ്റ് എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരു ഓൺലൈൻ വാലറ്റ് ആണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഫോം നമ്പർ PMT 05 മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫോം നമ്പർ ഓർത്ത് വെക്കുക, ഫോം PMT 05. എനി എമൗണ്ട് പെയ്ഡ് ബൈ ദ ടാക്സ് പെയർ വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. നമ്മൾ അടയ്ക്കുന്ന എല്ലാ പേയ്മെന്റും നമ്മൾ ബാങ്ക് വഴി അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് നമ്മൾ ബാങ്ക് കൊണ്ടുപോയിട്ടും അടയ്ക്കാനുള്ള ചെറിയൊരു സൗകര്യമുണ്ട്. മെയിൻലി എല്ലാം ഇലക്ട്രോണിക് ആണ്. അപ്പൊ ഇലക്ട്രോണിക്കലി നമ്മൾ അടയ്ക്കുന്ന എല്ലാ പേയ്മെന്റും ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ റിഫ്ലക്റ്റ് ആവും, നമ്മൾ അതിലേക്ക് ക്യാഷ് ആഡ് ചെയ്ത് വെക്കുന്ന പോലെ തന്നെ. ദ എമൗണ്ട് അവൈലബിൾ ഇൻ ദിസ് ലെഡ്ജർ മേ ബി യൂസ്ഡ് ഫോർ എനി പേയ്മെന്റ് ടുവേർഡ്സ് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനൽറ്റി, ഫീസ് ഓർ എനി അതർ എമൗണ്ട് ഡ്യൂ അണ്ടർ the act or rules in the time and manner prescribed. ഈ അക്കൗണ്ടിലുള്ള കാശ് ഉപയോഗിച്ച് നമുക്ക് GSTയിലുള്ള എന്ത് പേയ്മെന്റ് വേണമെങ്കിലും നടത്താം. അത് ടാക്സ് ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, ലേറ്റ് ഫീസ് ആയിക്കോട്ടെ, പെനൽറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിമാൻഡ് നോട്ടീസിനുള്ള പേയ്മെന്റ് ആയിക്കോട്ടെ, എനി പേയ്മെന്റ്സ് ക്യാഷ് ലെഡ്ജറിലുള്ള എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് പേയ്മെന്റ് വേണമെങ്കിലും നടത്താനായിട്ട് സാധിക്കും. അപ്പൊ പേയ്മെന്റ് നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ചലാൻ ജനറേറ്റ് ചെയ്യണം. ഇപ്പൊ എല്ലാ പേയ്മെന്റ്സിലും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ആദ്യം ഒരു ചലാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ക്രീന് നമുക്ക് വരും അല്ലെ, എന്നിട്ടല്ലേ നമ്മൾ പേയ്മെന്റ് നടത്തുന്നത്. അപ്പോൾ GSTയിലാണെങ്കിലും നമ്മളൊരു ഓൺലൈൻ ചലാൻ ജനറേറ്റ് ചെയ്യും. ആ ചലാൻ നമ്പർ അല്ലെങ്കിൽ ആ ചലാനിന്റെ ഫോം എന്ന് പറയുന്നത് GST PMT 06 ആണ്.
PMT06 അത് ഓർത്ത് വെക്കുക. ഓൺലൈൻ ചലാനാണ് PMT06 എന്ന് പറയുന്നത്. നമ്മൾ ചലാൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 15 ഡേയ്സോളം വാലിഡ് ആണ്. ചലാൻ ജനറേറ്റ് ചെയ്തിട്ട് 15 ദിവസത്തിനുള്ളിൽ നമ്മൾ പേയ്മെന്റ് നടത്തിയാൽ മതി. അപ്പൊ തന്നെ പേയ്മെന്റ് നടത്തണം എന്നൊന്നും നിർബന്ധമില്ല. നമ്മളിപ്പോ ഓൺലൈനായിട്ട് കാർട്ടിലേക്ക് ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വാങ്ങിക്കണം എന്നില്ലല്ലോ. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങിക്കാം. അവിടെ പിന്നെ അങ്ങനെ സമയപരിധി കണ്ടിട്ടില്ല. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് ഒരു ചലാൻ എടുത്തു കഴിഞ്ഞാൽ ആ ചലാന്റെ വാലിഡിറ്റി 15 ദിവസമാണ്. 15 ദിവസമായിട്ട് നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ ആ ചലാൻ പോവും. പക്ഷെ ചലാൻ ഒന്നും ജനറേറ്റ് ചെയ്യാൻ അധികം സമയമൊന്നും എടുക്കില്ല. ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് ജസ്റ്റ് 1 or 2 seconds അത്രേ എടുക്കുന്നുള്ളൂ. എനിവേ അവർ പറയുന്നത് ഒരു ചലാൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 ഡേയ്സ് വരെ അത് വാലിഡ് ആണ്. അതിന്റെ ഉള്ളിൽ പേയ്മെന്റ് നമ്മൾ നടത്തിയാൽ മതി. പിന്നെ എങ്ങനെയൊക്കെ ഈ ക്യാഷ് ലെഡ്ജറിക്ക് ക്യാഷ് ആഡ് ചെയ്യാൻ പറ്റും അതാണ് അടുത്തത് പറയുന്നത്. പേയ്മെന്റ് ക്യാൻ ദെൻ ബി റെമിറ്റഡ് ടു എനി ഓഫ് ദ ഫോളോയിങ് മോഡ്സ്. എനിവേ ക്യാഷ് ലെഡ്ജറിക്ക് ആഡ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ പേയ്മെന്റ് നടത്താനാണെങ്കിലും നമുക്കുള്ള വഴികളാണ് ഈ പറയുന്നത്. നമുക്ക് ഈ ചലാൻ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താനുള്ള വഴികളാണ് അവരിവിടെ പറഞ്ഞിരിക്കുന്നത്. ചലാൻ ഉപയോഗിച്ചും അല്ലാതെയും നമുക്ക് എങ്ങനെയൊക്കെയാണ് GSTയുടെ പേയ്മെന്റ് നടത്താൻ പറ്റുകയെന്ന്. അപ്പൊ ഒന്നോ ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചു. അപ്പൊ ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ക്യാഷ് ലെഡ്ജറിക്ക് പേയ്മെന്റ് ആഡ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിക് ബാങ്കിങ് വഴി നമുക്ക് പേയ്മെന്റ് നടത്താനും പറ്റും. അതായത് നമുക്കിപ്പോൾ ക്യാഷ് ലെഡ്ജറിൽ 0 ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ക്യാഷ് ലെഡ്ജറിലേക്ക് കയറ്റും. അതിനുശേഷമാണ് ആ പേയ്മെന്റ് നടക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല. കാരണം ചലാൻ ജനറേറ്റ് ആവുന്നതും അതുപോലെ പേയ്മെന്റ് നടത്തുന്നതും ഒക്കെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ കുറെ ഓട്ടോമേറ്റഡ് ആണ്. നമ്മൾ നമ്മുടെ ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ യൂസർ ID പാസ്വേഡ് മാത്രമേ അടിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ ടാക്സ് എമൗണ്ടും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നോ ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ഇവിടെ പേയ്മെന്റ് നടത്താൻ പറ്റും, അല്ലെങ്കിൽ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച്. ഇപ്പൊ ക്യാഷ് ലെഡ്ജറിക്ക് ക്യാഷ് കയറ്റണമെങ്കിലും ഇതേ വഴിയാണ്, അതേപോലെ ടാക്സ് അടയ്ക്കുന്നതും ഇതേ വഴിയാണ്. അപ്പൊ രണ്ടും ഒരേപോലെ തന്നെയാണ്. അപ്പൊ ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്, അതും രണ്ടും ഓതറൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചില ബാങ്കുകളെ അതിൽ പറ്റുള്ളൂ. SBI പറ്റും, പിന്നെ ചില ടൈപ്പ് ഓഫ് പിന്നെ ചില ബാങ്ക് മാത്രമേ സമ്മതിച്ചിട്ടുള്ളൂ. പിന്നെ നെഫ്റ്റ് വഴി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നെഫ്റ്റ് വഴി പേയ്മെന്റ് നടത്താൻ പറ്റും, RTGS വഴി പറ്റും. പിന്നെ ഓവർ ദ കൗണ്ടർ പേയ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചലാന് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് അടയ്ക്കുന്നതിനെയാണ് ഓവർ ദ കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഓവർ ദ കൗണ്ടർ അവർ അത്രയ്ക്ക് അങ്ങോട്ട് എൻകറേജ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം 10,000 rupees വരെയാണ് ഒരു ചലാനിൽ അടയ്ക്കാൻ പറ്റുള്ളൂ, അതും ഒരു പീരീഡിൽ. പറഞ്ഞിട്ടുണ്ട് അപ് ടു 10,000 പെർ ചലാൻ ആൻഡ് പെർ ടാക്സ് പീരീഡ് അല്ലെ. അല്ലെങ്കിൽ ക്യാഷ്, ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴി ചലാൻ കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ചെക്കോ DDയോ കൊണ്ടുപോയിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റുന്നത് മാക്സിമം 10,000 വരെയാണ് ഒരു ടാക്സ് പീരീഡിലേക്ക്. അതായത് അവർ ഫുള്ളി ഓൺലൈൻ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ പേയ്മെന്റും ഓൺലൈൻ ആക്കുന്നതാണല്ലോ എല്ലാവർക്കും എളുപ്പം. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ആക്കാനാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ വഴികളിലൂടെ നമുക്ക് ക്യാഷ് ലെഡ്ജറിക്ക് പേയ്മെന്റ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാഷ് ലെഡ്ജറത്തെ അല്ലെങ്കിൽ ക്യാഷ് ലെഡ്ജറിൽ ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ടാക്സ് അടയ്ക്കാനുമായിട്ട് ഈ വഴികളിലൂടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡ്, നെഫ്റ്റ്, RTGS, ഓവർ ദി കൗണ്ടർ അങ്ങനെയുള്ളത്. പിന്നെ നമ്മളിപ്പോ ബാങ്കിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിലും ഇലക്ട്രോണിക് ആയി ചെയ്യുകയാണെങ്കിലും അതിൽ വല്ല കമ്മീഷനോ അങ്ങനെ സർവീസ് ചാർജസോ അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ അതൊക്കെ നമ്മൾ തന്നെ അടയ്ക്കണം എന്ന് അവർ പറയുന്നുണ്ട്. ടാക്സ് പേയർ ഇസ് റെസ്പോൺസിബിൾ ഫോർ കമ്മീഷൻ ഡ്യൂ ഓൺ ദി പേയ്മെന്റ്. അപ്പോൾ ഇതിലുള്ള കമ്മീഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിലുള്ള സർവീസ് ചാർജ് ആയിക്കോട്ടെ, അത് എനിവേ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഓൺലൈൻ വാലറ്റ് പോലെ അങ്ങോട്ട് അസ്യൂം ചെയ്യുക. അതിൽ നമുക്ക് ക്യാഷ് ആഡ് ചെയ്യാൻ പറ്റും. അത് ഉപയോഗിച്ച് നമ്മുടെ ടാക്സസ് എന്ത് ടാക്സ് വേണമെങ്കിലും നമുക്ക് അടയ്ക്കാൻ പറ്റും. ടാക്സ്, ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീസ്, എനി പേയ്മെന്റ് നമുക്ക് അതുവഴി നടത്താൻ പറ്റും. അതിനുള്ള ഫോം എന്ന് പറയുന്നത് ഫോം GST PMT05 ആണ്. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ നമ്മളൊരു ചലാൻ വഴിയാണ് നമുക്ക് പേയ്മെന്റ് നടത്താൻ പറ്റുള്ളൂ. ചലാൻ നമ്പർ PMT06 ആണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ക്യാഷ് ലെഡ്ജറിൽ പഠിച്ചത്. അപ്പോൾ ക്യാഷ് ലെഡ്ജറും ഏകദേശം ഇതേ ഫോർമാറ്റ് തന്നെയാണ്. ചില പെർട്ടിക്കുലേഴ്സിൽ ചില ഐറ്റംസ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ്, ടൈം ഓഫ് ഡെപ്പോസിറ്റ്, റിപ്പോർട്ടിംഗ് ഡേറ്റ് ബൈ ബാങ്ക്, റെഫറൻസ് നമ്പർ, ടാക്സ് പീരീഡ്, ഡിസ്ക്രിപ്ഷൻ, ഓപ്പണിംഗ് ബാലൻസ്, ട്രാൻസാക്ഷൻ ടൈപ്പ്, ഡെബിറ്റ്, ക്രെഡിറ്റ്. കണ്ടോ ഇതിൽ ഡിസ്ക്രിപ്ഷൻ, എമൗണ്ട് ഡെപ്പോസിറ്റഡ്. നമ്മൾ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ക്യാഷ് എന്ന് പറയുന്നത്
നോർമലി നമ്മൾ ഒരു അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്താൽ കൂടുന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പക്ഷെ നമ്മൾ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്ന പോലെ വേണം ഇവിടെ ചിന്തിക്കാൻ. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോഴാണ് എമൗണ്ട് കൂടുന്നത്. ബാങ്കിൽ നമ്മൾ പാസ്ബുക്കിൽ എങ്ങനെയാണ് ക്രെഡിറ്റ് ചെയ്യുമ്പോഴല്ലേ ബാങ്കിൽ എമൗണ്ട് കൂടുന്നതായിട്ട് പറയുക, അതേ കൺസെപ്റ്റ് ആണ് ഇവിടെ. അപ്പോൾ ഒന്നോ അങ്ങനെ ആലോചിച്ച് വെക്കുക, അല്ലെങ്കിൽ നോർമൽ അക്കൗണ്ടിങ് റൂൾസിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നിന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ എമൗണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലെഡ്ജറിൽ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 12,000 IGST ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, CGST ആയിട്ട് ഒരു 3,000 രൂപയും അടച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏകദേശം ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഉണ്ടാവുക. ഇതും കംപ്ലീറ്റ് അല്ല, കുറച്ചുകൂടെ അങ്ങോട്ടുണ്ട്. നമുക്ക് ഇത് വേണമെങ്കിൽ പിന്നീട് PDF ആയിട്ടോ എക്സൽ ആയിട്ടോ പ്രിന്റ് ഔട്ട് എടുക്കാനോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. സോഫ്റ്റ് കോപ്പി ആണെങ്കിൽ പോലും നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് ലെഡ്ജർ നോക്കാം, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറും ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറും തമ്മിൽ കൺഫ്യൂഷൻ ആവാതെ നോക്കുക. കുറച്ച് വ്യത്യാസങ്ങളാണ് നമുക്കുള്ളത്. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത് ഫോം GST PMT02 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതിൽ എന്ത് ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക? എവറി ക്ലെയിം ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെൽഫ് അസസ്ഡ് ബൈ ദ ടാക്സ് പെയർ ഷാൽ ബി ക്രെഡിറ്റഡ് ടു ദിസ് ലെഡ്ജർ. ദി എമൗണ്ട് അവൈലബിൾ ഇൻ ദിസ് ലെഡ്ജർ മേ ബി യൂസ്ഡ് ഫോർ പേയ്മെന്റ് ടുവേർഡ്സ് ഔട്ട്പുട്ട് ടാക്സ് ഓൺലി. അതിൽ വളരെയധികം മീനിങ്ങുള്ള 2 സെന്റൻസസ് ആണ് അത് നല്ല രീതിയിൽ മനസ്സിലാക്കണം. അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ലേ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ എന്റെ ഇൻവേർഡ് സപ്ലൈസിന്റെ മേലെ വരുന്ന ടാക്സ് ആണല്ലോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അങ്ങനെയുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ കാണാൻ സാധിക്കുക. അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ഡീറ്റെയിൽസ് തൽക്കാലത്തേക്ക് നമ്മൾ തന്നെയാണ് ഇപ്പോഴും സെൽഫ് അസസ് ചെയ്ത് നമ്മൾ തന്നെ അടിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. പക്ഷെ GSTയിൽ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരും എന്നൊക്കെ ആയിരുന്നു. എന്നാലും അതൊന്നും ഇപ്പൊ നിലവിൽ വന്നിട്ടില്ല. അപ്പൊ ഫോർ ദ ടൈം ബീയിങ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ നമ്മളാണ് നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ കയറിക്കോളും. അപ്പൊ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവേർഡ് സപ്ലൈസിന്റെ മേലെയുള്ളതാണ്. അപ്പൊ ഇൻവേർഡ് സപ്ലൈസിന്റെ മേലെയുള്ളതൊക്കെ തനിയെ ഇൻപുട്ട് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ കയറും. പിന്നെ ഈ ലെഡ്ജറിലുള്ള എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് അടയ്ക്കാൻ സാധിക്കുക ഔട്ട്പുട്ട് ടാക്സ് മാത്രമാണ്. ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുമ്പോൾ സെയിൽസിന്റെ മേലെയുള്ള ആ ഒരു ടാക്സിനെ മാത്രമേ ഇത് ഉപയോഗിച്ച് നമുക്ക് അടയ്ക്കാൻ സാധിക്കുള്ളൂ, ITC ഉപയോഗിച്ച് അടയ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾ ക്യാഷ് ലെഡ്ജറിന്റെ കേസിൽ എന്ത് പേയ്മെന്റ് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അതായത് ലേറ്റ് ഫീസ്, ഇൻട്രസ്റ്റ്, പെനൽറ്റി, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലുള്ള ബാലൻസ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ നമുക്ക് എത്ര ബാലൻസ് ഉണ്ടെങ്കിലും അത് ഉപയോഗിച്ച് ഒരിക്കലും നമ്മുടെ ലേറ്റ് ഫീസോ പെനൽറ്റിയോ ഇൻട്രസ്റ്റോ ഒന്നും അടയ്ക്കാൻ പറ്റില്ല. നമുക്ക് ആകെ ടാക്സ് മാത്രമേ അടയ്ക്കാൻ പറ്റുള്ളൂ. അതാണ് ഡിഫറൻസ്. ക്യാഷ് ലെഡ്ജറിലുള്ള എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് പേയ്മെന്റ് വേണമെങ്കിലും നടത്താം. പക്ഷേ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള അതിലുള്ള ബാലൻസ് ഉപയോഗിച്ച് നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് മാത്രമേ അടയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അണ്ടർ നോ സർക്കംസ്റ്റാൻസ് ക്യാൻ എൻ എൻട്രി ബി മെയ്ഡ് ഡയറക്ട്ലി ഇൻ ദി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. അവരിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കാരണം അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഓട്ടോമാറ്റഡ് ആയിട്ടില്ല. താൽക്കാലികമായിട്ട് നമ്മൾ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ITC ഒക്കെ അടിച്ചു കൊടുക്കുന്നത്. മേ ബി അത് ഉദ്ദേശിച്ചിട്ടായിരിക്കാം അവർ നേരിട്ട് എൻ്റർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. പണ്ടത്തെ അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫുള്ളി ഓട്ടോമാറ്റഡ് എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടായിരിക്കാം. ഫോർ ദ ടൈം ബീയിങ് നമ്മൾ തന്നെയാണ് നമ്മുടെ സെൽഫ് അസിസ്റ്റഡ് ആയിട്ടുള്ള ITC അടിച്ചു കൊടുക്കുന്നത്. അത് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുന്ന കോളത്തിൽ നിന്ന് നേരിട്ട് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് അത് പോയി കടക്കും. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള ബാലൻസ് ഉപയോഗിച്ച് നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് മാത്രമേ അടയ്ക്കാൻ സാധിക്കുള്ളൂ. ഒരിക്കലും ബാക്കി പേയ്മെന്റ്സ്, അതായത് നമ്മുടെ ഇൻട്രസ്റ്റോ ലേറ്റ് ഫീസോ പെനൽറ്റിയോ അങ്ങനെയുള്ള ഒരു പേയ്മെന്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊസീഡിങ്സിലുള്ള ഇതുപോലുള്ള പേയ്മെന്റ്സ് ഒന്നുമേ നമുക്ക് അടയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ ലെഡ്ജർ മേ ഇൻക്ലൂഡ് ദ ഫോളോയിങ്. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ITCകളാണ് ഇതിൽ വന്ന് കടക്കണം എന്നുള്ളതാണ്. ഒന്ന്, ITC ഓൺ ഇൻവേർഡ് സപ്ലൈസ് ഫ്രം രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സ്. രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സിന്റെ നമുക്കുള്ള ഇൻവേർഡ് സപ്ലൈന്റെ മേലെയുള്ള ITC അത് നമുക്ക് ഇതിൽ ഉണ്ടാവും. അതുപോലെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. അപ്പോൾ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്ന് നമുക്ക് വല്ല ITCയും കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള ITC. അതുപോലെ തന്നെ അടുത്ത 2 പോയിന്റ് നമ്മൾ കവർ ചെയ്ത് തന്നെയാണ്. അതായത് ഒരാൾ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആയിട്ട് വിത്തിൻ 30 days അയാൾ രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ അയാളുടെ കയ്യിലുള്ള സ്റ്റോക്ക്, അതായത് റോ മെറ്റീരിയൽ സ്റ്റോക്ക്, അതുപോലെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സിലുള്ള ഇൻപുട്ടിന്റെ മേലെയുള്ള
ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അയാൾക്ക് അവൈൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ITC, അതുപോലെ തന്നെ ഒരാൾ കോമ്പോസിഷൻ സ്കീമിൽ നിന്ന് റെഗുലർ സ്കീമിലേക്ക് മാറുകയാണെങ്കിൽ അയാൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ITC, അതുപോലെ റിവേഴ്സ് ചാർജിൽ ഞാൻ എന്തെങ്കിലും പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ, ഞാൻ റിവേഴ്സ് ചാർജിൽ എന്തെങ്കിലും പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലുള്ള ITCക്കുള്ള ക്രെഡിറ്റും എനിക്ക് തന്നെയാണ് എടുക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെയുള്ള ITC. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ വന്ന് കിടക്കുക. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ വേണം, നമ്മളിത് സെൽഫ് അസസ് ചെയ്തിട്ട് നമ്മൾ തന്നെ അവർ പറയുന്ന കോളത്തിൽ അടിച്ചു കൊടുക്കുമ്പോഴാണ് ഇതിൽ വന്ന് കിടക്കുന്നത്. അവർ ഫുള്ളി ഓട്ടോമേറ്റഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ ആ ലെവലിലേക്ക് ഇപ്പൊ എത്തിയിട്ടില്ല. അപ്പൊ ഫ്യൂച്ചറിൽ മേ ബി ഇതൊക്കെ ഓൺലൈനായിട്ട് തനിയെ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ലെഡ്ജറിൽ വന്ന് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. തൽക്കാലത്തേക്ക് നമ്മൾ ചില കോളംസിൽ അടിക്കുമ്പോഴാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഈ എമൗണ്ടുകൾ വന്ന് കിടക്കുക. എനിവേ ഇതിൽ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള ബാലൻസ് ഉപയോഗിച്ച് നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് മാത്രമേ പേ ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരിക്കലും നമ്മുടെ ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പേ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഫോം GST PMT 02 അത്രയും ഡീറ്റെയിൽസ് എന്തായാലും മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇതിന്റെ ഒരു ഫോർമാറ്റ് ഇട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് എന്താണ് കണ്ടറിയാം. ഓപ്പണിംഗ് ബാലൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ അതുപോലെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും എനിക്ക് ബാലൻസ് അവൈലബിൾ ആണ്. പിന്നെ അതിന്ന് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് എന്ന് പറഞ്ഞ് കാണും. അപ്പൊ ഇതൊന്നും പോയിട്ടില്ല. പിന്നെ ഇതാ ക്ലോസിംഗ് ബാലൻസ് ഒക്കെ ആക്ച്വലി ഈ കോളംസും കഴിഞ്ഞ് അപ്പുറത്തേക്ക് കുറച്ചുകൂടെ ഉണ്ട്, അത് ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ അതും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ആയിട്ടും കൂടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അപ്പോൾ ഒരു ഐഡിയ എങ്ങനെയാണ് ഇത് സംഭവം ഉണ്ടാവുക എന്ന് അറിയാനാണ് ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ലെഡ്ജേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, അതുപോലെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. എന്തായാലും അതിന്റെ ഫോം നെയിംസ് ഓർത്ത് വെക്കുക, വൺ വേർഡ് ആയിട്ട് സ്ഥിരം ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓരോ ലെഡ്ജറും എന്തിനാണ്, അതിൽ എന്ത് ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക, അതുപയോഗിച്ച് എന്ത് പേയ്മെന്റ് ആണ് നടത്താൻ പറ്റുക. ഇൻ കേസ് ഓഫ് ക്യാഷ് ലെഡ്ജർ ആൻഡ് ക്രെഡിറ്റ് ലെഡ്ജർ എന്ത് പേയ്മെന്റ് ആണ് നടത്താൻ പറ്റുക, അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ട് തന്നെ ഓരോന്നും മനസ്സിലാക്കി വെക്കാം. താങ്ക് യു.